ഞാനിപ്പോൾ ഒരു ലൈവിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് ആൾക്കാർ എനിക്കൊരു മെസ്സേജ് അയച്ചൊരു ചോദ്യം എന്താണെന്നറിയോ, ആത്മഹത്യ ഒരു നാടകമായിരുന്നു എന്ന്. അവരോടായിട്ട് ഞാൻ ലോങ് സൈറ്റ് കാണിച്ചു തരാം. കാരണം അടുത്തിലേക്ക് കാണിച്ചു തന്നാൽ നമുക്ക് യൂട്യൂബ് ഇതാക്കി കാണും. അപ്പം അതെ, ഇങ്ങനത്തെ ഒരു മുറിവ് ഒരാളുടെ ശരീരത്തിൽ മുറിക്കണമെന്നുണ്ടെങ്കിൽ നാടകത്തിന് വേണ്ടിയിട്ട് ചെയ്യോ എന്ന് ചോറ് തിന്നിട്ട് ആലോചിക്കാം. ചോറ് തിന്നതിന് ശേഷം മാത്രമേ ആലോചിച്ചാൽ നിങ്ങൾക്ക് ഇതിന് മറുപടി കിട്ടുള്ളൂ. പിന്നെ മറ്റൊരു കാര്യം, എന്നോട് ഒരുപാട് ആൾക്കാർ ചോദിച്ചൊരു ചോദ്യമുണ്ട്, ആരെങ്കിലും എവിടെയെങ്കിലും നിന്ന് കുരയ്ക്കുന്നതിന് നീ എന്തിനാണ് ഇങ്ങനെ ചെയ്തു കൂട്ടിയതെന്ന്. അതിനുള്ള ഉത്തരം എന്താണെന്നറിയോ, നിരന്തരം നമ്മളെക്കുറിച്ച് ഇങ്ങനെ പറയുന്ന സമയത്ത് നമ്മൾ തണലായി മാറുന്ന കുറേ ആൾക്കാരുണ്ട്. ഒരു മരത്തിൻ്റെ ചോട്ടിൽ നമ്മൾ ഇരിക്കുമ്പം ആ മരം നമുക്ക് തണലാണ്. അതേപോലെ ഞാൻ തണലായിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ട്. എൻ്റെ മക്കൾ, എൻ്റെ മാതാപിതാക്കൾ, എൻ്റെ സഹോദരങ്ങൾ, ഇവരൊക്കെ ഞാൻ തണലായിട്ട് നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പം ഇവരോട് ഇതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ വരും. അവരോട് എനിക്ക് ആരോട് ചോദിച്ചാലും കുഴപ്പമില്ല, പക്ഷേ എൻ്റെ മക്കളുടെ സ്കൂളിൽ അതൊരു ചർച്ചയാവും. അപ്പം ഞാനുണ്ടെങ്കിലേ എന്നെക്കുറിച്ച് പറയുള്ളൂ, അല്ലേ? നമ്മളിപ്പം ഒരാളെക്കുറിച്ച് പറയണമെന്നുണ്ടെങ്കിൽ ആ വ്യക്തി ഉണ്ടാവണം. ആ വ്യക്തി ഇല്ലെങ്കിൽ ആ ആളെക്കുറിച്ച് ഒരാളും കുറ്റം പറയാൻ വരില്ല, നല്ലത് മാത്രമേ പറയുള്ളൂ. അപ്പം എന്നെക്കുറിച്ച് ഇങ്ങനെ വ്യാജ പ്രചരണം നടക്കുന്ന സമയത്ത് എൻ്റെ കുഞ്ഞുങ്ങൾ, നിങ്ങളാരും കണ്ടിട്ടുണ്ടാവില്ല എൻ്റെ കുഞ്ഞുങ്ങളെ, പക്ഷേ എൻ്റെ കുഞ്ഞുങ്ങളെ കണ്ട ഒരുപാട് ആൾക്കാരുണ്ട്. അവരുടെ അടുത്ത് ദേ ഇന്ന കൊച്ചിൻ്റെ അമ്മേനെക്കുറിച്ചാണ് പറയുന്നത്, വേണ്ട എൻ്റെ വാപ്പയുടെ പേര് മജീദ് എന്നാണ്, നമ്മുടെ മജീദ് ഖാൻ്റെ മകളെ കുറിച്ചാണ് പറയുന്നതെന്ന് പറയുമ്പം എന്നെ പറയുന്നതിൽ ആ ഒരു സംഭവത്തെക്കാട്ടിലുപരി എൻ്റെ ബാപ്പയുടെ പേര് അവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ബാപ്പ അല്ലെ ഉമ്മ ഞങ്ങൾ ജന്മം നൽകിയത് തെറ്റായിപ്പോയി എന്ന് അതിനേക്കാട്ടിലുപരി എൻ്റെ ഉമ്മയുടെ വയറ്റിൽ പിറന്നത് തെറ്റായിപ്പോയി എന്ന് എൻ്റെ കുഞ്ഞുങ്ങൾ ചിന്തിക്കുന്നത്, അതേപോലെ അവളെ കെട്ടിയതിൽ തെറ്റായിപ്പോയി എന്ന് എൻ്റെ ഭർത്താവ് ചിന്തിക്കുന്നതിനെക്കാട്ടിലും നല്ലതല്ലേ ഞാൻ സ്വയം ജീവൻ എടുക്കുന്നത്? നിങ്ങൾ തന്നെ ഒന്ന് പറ. അപ്പം എന്നോട് പലരും ചോദിച്ചത് എത്രാമത്തെ തവണ എന്തിനാണ്? ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഒരു മനുഷ്യൻ പോലും നമ്മളെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ചെയ്യുന്നില്ല. അപ്പം അത്രമേൽ ഇവർക്കൊക്കെ കുറ്റം കണ്ടുപിടിക്കുന്നത്, ഇവർക്കൊക്കെ അറിയാം എവിടെയോ എത്തി എന്നുള്ളത്. നമ്മളൊരാൾ എവിടെയെങ്കിലും എത്തുമ്പോഴേ നമ്മളെ പറ്റി കുറ്റം പറയാൻ ആൾക്കാർ വരുള്ളൂ. നമ്മൾ ഒന്നുമല്ലാതെ റോട്ടിൽ കിടക്കുന്ന ഭിക്ഷക്കാരനെ കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും പറയുമോ? ഏതെങ്കിലും ഒരുത്തം പറയോ? അവൻ ഭിക്ഷ എടുക്കുന്നതിന് പോലും ആരും പറയൂല. എന്നാൽ മുകേഷ് അംബാനിനെ പറ്റിയോ പറയാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടോ? അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മൾ ആരെങ്കിലും ആയി എന്ന് കണ്ടാൽ, ഒരുത്തിൻ്റെ വീഡിയോ ഞാൻ കണ്ടു, എനിക്ക് അവനോട് ഭയങ്കര കലിപ്പാട്ടോ. ആളെ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. എടാ, നിൻ്റെ ഈ മോന്ത വെച്ചിട്ടാണോടാ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിന് ഏതോ ഒരു മഹത് വ്യക്തി ചോദിച്ചവൻ ഏവനായാലും സെല്യൂട്ട്. അപ്പം അവൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു പോലും 1K സബ്സ്ക്രൈബേഴ്സ് ആയ സമയത്ത് ഓൻ വീഡിയോ ഇട്ടപ്പോൾ പറഞ്ഞതാട്ടോ. അപ്പം എനിക്ക് അവനോടായിട്ട് പറയാനുള്ളത്, ആവശ്യത്തിലധികം താടിയും മീശയൊക്കെ നിനക്കുണ്ട്, പക്ഷെ നീ ആണാണെന്ന് തോന്നുന്നില്ല കൊച്ചേ. കാരണം ആണിൻ്റെ രൂപവും പെണ്ണിൻ്റെ സ്വഭാവവും അതാണ് നിനക്ക്. അത് മനസ്സിലാക്കി നീ പെരുമാറിയാൽ കുറച്ചും കൂടി നല്ലത്. അപ്പം ഇവന്മാരൊക്കെ ഈ കുറ്റം പറഞ്ഞു കഴിയുമ്പോൾ ഇവരുടെയൊക്കെ ഒരു ഡയലോഗുണ്ട്. ഗുരുവായൂർ അമ്പല പരിസരത്ത് വെച്ചിട്ട് ജസ്ന സലീം കേക്ക് കട്ട് ചെയ്തതിന് ശേഷമാണ് പലരും ഇവക്കെതിരെ തിരിഞ്ഞതെന്ന്. എന്നാൽ ഞാനൊരു കാര്യം പറയട്ടെ, ഓൾമോസ്റ്റ് ഒരു 5 സ്ത്രീകൾ, ഒരു 6 സ്ത്രീകളാണ് എനിക്കെതിരെ നിരന്തരം വീഡിയോ ചെയ്യുന്നത്. ആ സ്ത്രീകളുടെ ഓരോ വീഡിയോ എടുത്ത് നോക്കിയാലും അവരാദ്യമേ പറയുന്നൊരു വാക്ക് എന്താണെന്നറിയോ? അവളെ ഞങ്ങൾ പണ്ടേ സപ്പോർട്ട് ചെയ്തിട്ടില്ല, അവളെ ഞങ്ങൾക്ക് പണ്ടേ ഇഷ്ടമില്ല എന്നാണ് പറയുന്നത്. പിന്നെ ഞാൻ പല കോപ്രായങ്ങളും കാണിച്ചു കൂട്ടി എന്നൊക്കെ പറഞ്ഞ് ചിലർ, ഞാൻ എന്ത് കോപ്രായമാണ് കാണിച്ചു കൂട്ടിയെന്നുള്ളത് ചോദിച്ചാൽ അവർക്ക് മറുപടിയില്ല. പിന്നെ ഗുരുവായൂർ പരിസരത്ത് വെച്ചിട്ട് കേക്ക് കട്ട് ചെയ്തതെന്ന് വെച്ച്
എൻ്റെ ഒരു അഭിപ്രായത്തിൽ മുട്ട ഉപയോഗിക്കാത്ത കേക്ക് ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ അവിടെ മുറിച്ചത്. അതിനേക്കാട്ടിലുപരി ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ ഗുരുതുല്യമായിട്ട് കണക്കാക്കുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു. ആ വ്യക്തിനോട് ഞാൻ ചോദിച്ചു, കണ്ണൻ്റെ പ്രിയപ്പെട്ട ഭക്ത എന്ന് സമൂഹത്തിൻ്റെ മുമ്പിൽ അറിയപ്പെടുന്ന വലിയൊരു ഭക്തയുണ്ട്. യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ അത്രമേൽ വലിയ ഭക്തയാണ്. ഭക്തയുടെ പേര് ഞാൻ പറയില്ല. ആ ഭക്തയോട് ഞാൻ വിളിച്ചു ചോദിച്ചു, ഞാൻ ഇങ്ങനെ ചെയ്തു, എന്തേലും തെറ്റുണ്ടോ? ഒരിക്കലുമില്ല ജസ്ന, അത് നിൻ്റെ മനസ്സിൽ കണ്ണൻ തോന്നിപ്പിച്ചതാണ്. അത്രമേൽ പറഞ്ഞ ആൾക്കാരുണ്ട്. അതിനേക്കാട്ടിലും ഉപരി എന്ന് വെച്ചാൽ, ഞാൻ ഈ കേക്ക് കട്ട് ചെയ്യുന്നത് 2024 ജൂൺ 15-ാം തീയതിയാണ്. ഓൾമോസ്റ്റ് ഒരുവിധം ഗുരുവായൂർ ഓൺലൈൻ ചാനലുകാരൊക്കെ ആ വീഡിയോ ഷെയർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ അവിടെ വന്ന് സ്പോട്ടിന് എടുത്ത ആൾക്കാരുണ്ട്. ഓൾമോസ്റ്റ് എല്ലാ ഗുരുവായൂർ ഓൺലൈൻ മീഡിയാസ്, അതും ഭക്തന്മാർ മാത്രമുള്ള മീഡിയാസിൽ ആ വീഡിയോ 1 മില്യൺ വരെ ആൾക്കാർ കണ്ടിട്ടുണ്ടായിരുന്നു. അന്നൊന്നും ഇല്ലാത്ത വിഷയം ഇവർക്ക് ഇന്ന് വന്നത് എന്താണെന്നറിയോ? ആദ്യം ഇതിനൊക്കെ തുടക്കം വന്നത് എന്താ വെച്ചാൽ, ഞാൻ എൻ്റെ മാതാപിതാക്കൾക്ക് വീട് വെച്ച് കൊടുക്കാൻ താല്പര്യപ്പെടുന്നുണ്ടെന്നും അതിനാൽ ഏകദേശം ഒരു 400 ഫോട്ടോയുടെ ഓർഡർ കിട്ടിയാൽ എനിക്കത് ആ ഒരു ആഗ്രഹം സാധിപ്പിച്ചു തരാൻ പറ്റുമെന്ന് വെച്ചാൽ കൊടുക്കാൻ പറ്റുമെന്നും പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് പലർക്കും ഇഷ്ടമായില്ല. എന്നെക്കുറിച്ച് നെഗറ്റീവ് വീഡിയോ ചെയ്ത ആൾക്കാർ തന്നെ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ജസ്റ്റ് നീ എവിടെയോ എത്തി എന്നുള്ള പലരുടെയും ചിന്താഗതിയാണ്. പലരും ഞങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചത് കൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്തത്. അപ്പോൾ എന്താ വെച്ചാൽ, ആ ഒരു വീഡിയോൻ്റെ പുറത്ത് പലർക്കും ഈ കലിപ്പ് തുടങ്ങി. ഞാൻ വീടിൻ്റെ പ്ലാൻ മേടിച്ചു എന്ന് പറഞ്ഞ് പിറ്റേന്ന് രാവിലെയാണ് ജസ്ന ഹണി ട്രാപ്പുകാരി എന്ന് പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയയിൽ വരൽ തുടങ്ങിയത്. അപ്പോൾ ഇവർ ഹണി ട്രാപ്പുമായിട്ട് കുറേ കാലം നടന്നു. അപ്പോൾ അതിൻ്റെ സത്യാവസ്ഥ ഞാൻ തുറന്നു പറഞ്ഞു. പറഞ്ഞപ്പോൾ ഇവർക്ക് വേറൊരു ഓപ്ഷൻ ഇല്ലാതായപ്പോഴാണ് ഇവർ ഈ കേക്കിൻ്റെ വിഷയം എടുത്തിട്ടത്. അതിൽ പിന്നെ അവർ പറയുന്നൊരു സംഭവമുണ്ട്, ശ്രീകൃഷ്ണ ജയന്തിക്ക് ഗുരുവായൂർ വെച്ച് ഒരു ഭക്തയോട് ഞാൻ വാക്ക് തർക്കമുണ്ടായി. ആ വീഡിയോ കണ്ട ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാം. ഞാൻ ആ വീഡിയോയിൽ കച്ചറ ഉണ്ടായത് ആരാണോ അവരോട് 2 പേരോട് ഞാൻ പറയുന്നത് ഒന്നും പറയണ്ട, വിട്ടേക്ക് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ ആ സ്ത്രീയോടൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ ഈ സ്ത്രീയുടെ ബാക്ക്ഗ്രൗണ്ട് പക്ക ഫ്രോഡായിട്ടുള്ളൊരു സ്ത്രീയാണ്. ആ സ്ത്രീയുടെ ബാക്ക്ഗ്രൗണ്ട് ആരും അന്വേഷിക്കാൻ പോയില്ല. ആ സ്ത്രീ ഭക്തിയൊന്നുമല്ല. ആ സ്ത്രീ അത്രമേൽ ഫ്രോഡായിട്ട് നടക്കുന്നത്. ആ സ്ത്രീയുടെ മുമ്പത്തെ വീഡിയോസൊക്കെ എടുത്ത് നോക്കിയാൽ കാണാം. അപ്പോൾ ഇതൊന്നല്ല സംഭവം. ഇവർക്കൊക്കെ പറ്റിപ്പോയത് എന്താ വെച്ചാൽ, ഞാൻ കൃഷ്ണൻ്റെ ഫോട്ടോയും വരച്ച് ഞാൻ വലിയ വീഡിയോ ഞാൻ നല്ലോണം സമ്പാദിച്ചു എന്നുള്ളൊരു രീതി ഇവർക്ക് വന്നപ്പോഴാണ് ഇവരൊക്കെ എതിരെ തിരിയൽ തുടങ്ങിയത്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, കൃഷ്ണൻ്റെ ഫോട്ടോ വെച്ചിട്ട് ഞാൻ ഒരുപാട് സമ്പാദിച്ചു എന്ന് വെക്കുക. നിങ്ങൾ ആരെങ്കിലും, ഞാൻ ഏതൊരു സമയത്തും ഞാൻ പറയാറുണ്ട്, ഞാൻ അക്രലിക് ഷീറ്റിൻ്റെ മുകളിലാണ് വരയ്ക്കുന്നത്. ഫാബ്രിക് പെയിൻറ്റ്, പേൾ പെയിൻറ്റ്, 3D ഗോൾഡ് എന്നീ സംഭവങ്ങൾ വെച്ചിട്ടാണ് ഞാൻ പെയിൻറ്റ് ചെയ്യുന്നത്. 1.25 ഇഞ്ചിൻ്റെ ഫ്രെയിമാണ് ഞാൻ ഇടുന്നത്. ഇത്രമേൽ ഡീറ്റെയിൽ ഞാൻ പറയുന്നുണ്ട്. അതിൽ വ്യക്തമായിട്ട് പറയുന്നൊരു സംഭവമാണ്, കൊറിയർ ചാർജ് സഹിതം എനിക്ക് 2500 രൂപ ചിലവ് വരുന്നതാണ്. അതിനേക്കാട്ടിലുപരി ഞാനൊരു ഫോട്ടോ പൂർത്തീകരിക്കുന്നത് 4 ദിവസങ്ങൾ കൊണ്ടാണ്. അതുകൊണ്ടാണ് എൻ്റെ ഒരു ഫോട്ടോക്ക് സ്റ്റാർട്ടിംഗ് റേറ്റ് 5000 രൂപ ഞാൻ മേടിക്കുന്നതെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ ഈ 5000 രൂപ മേടിക്കുന്നത് പലർക്കും വിഷയം. അവർക്ക് ഹോസ്പിറ്റലിൽ പോയി 5000 10,000 ബില്ല് വരുമ്പോൾ അവർ ഹോസ്പിറ്റലുകാരോട് എനിക്ക് കുറച്ച് ഡിസ്കൗണ്ട് ചെയ്ത് തരണമെന്ന് പറയല്ല. ഒരു ഡ്രസ്സ് എടുക്കാൻ പോയാൽ മിനിമം ഇപ്പോഴത്തെ ഒരു കാലത്ത് ഒരാൾക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി ഒരു 2500 2500 രൂപയില്ലേ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഡ്രസ്സ്, ഒരു നല്ലൊരു ഡ്രസ്സ് കിട്ടണേ ആ പൈസ കൊടുക്കണം. എന്തിന്? അരിക്ക് വില കൂടുതൽ, ഗ്യാസിന് വില കൂടുതൽ, ഇതൊന്നും ഒരു വിഷയമല്ല. നമ്മളുടെ ഒരു കഴിവിനെ നമ്മളത് പ്രകടിപ്പിക്കുന്ന സമയത്ത് അത് പറ്റിച്ച് ജീവിക്കുകയാണെന്ന് പറയുന്നു.
ഞാൻ എൻ്റെ ഒരു അറിവ് വെച്ചിട്ട് 3 മണി 4 മണി വരെയൊക്കെ കുത്തിരുന്ന് വരയ്ക്കാറുണ്ട്. അത്രമേൽ കഷ്ടപ്പെട്ട്, അത്രമേൽ അതിനേക്കാട്ടിലെന്ന് വെച്ചാൽ ഞാൻ ഈ ഫ്രെയിമൊക്കെ ഞാൻ ഒറ്റയ്ക്ക് ചെയ്യുന്നതാണ്. സാധനങ്ങൾ ഞാൻ ഒറ്റയ്ക്ക് മേടിക്കുന്ന, ഈവൻ കൊറിയർ ചെയ്യാനുള്ള കാർഡ്ബോർഡ് സഹിതം ഞാൻ ഒറ്റയ്ക്ക് ഈ ആക്രി ഷോപ്പുണ്ടല്ലോ അവിടെ പോയിട്ട് ഞാൻ ഒറ്റയ്ക്ക് കളക്ട് ചെയ്യുന്ന ഒരാളാണ്. ഇത്രമേൽ കഷ്ടപ്പാടിന് ആരും പറയുന്നില്ല. അപ്പോൾ ഈ കഷ്ടപ്പാട് ഇവർക്കൊക്കെ ഫ്രീ ആയിട്ട് കൊടുക്കണം. എന്നിട്ട് പറയുന്നത് ജസ്റ്റ് ഞാൻ ഹിന്ദുക്കളെ പറ്റിച്ച് ജീവിക്കുന്നു. ഈ പറ്റിച്ച് ജീവിക്കുക എന്ന് പറയുന്നത് നമ്മളിപ്പം ഒരു 5,000 10,000 മേടിച്ചാൽ അതിന് തത്തുല്യമായിട്ടുള്ള സാധനം നമ്മൾ കൊടുത്തിട്ടില്ലേ, നമുക്ക് പറ്റിച്ച് ജീവിക്കുക എന്ന് പറയാം. ഇനി വേണ്ട, ഞാൻ വെറും ഒരു പേപ്പറിൻ്റെ അകത്ത് ഒരു പെൻസിൽ കൊണ്ടാണ് വരയ്ക്കുന്നതെങ്കിൽ പോലും ഒരു ചിത്രം വരയ്ക്കുന്ന ഒരാളോട് ചോദിച്ചാൽ അറിയാം, ഒരു കടലാസിനെ അതിലൊരു അർത്ഥമുണ്ടാക്കി വരുമ്പോഴേക്കും അവൻ്റെ എത്ര സമയം എത്ര ദിവസം അതിനു വേണ്ടി കൊടുത്തിട്ടുണ്ടാവുമെന്ന് ആ വർക്ക് ചെയ്യുന്ന ആൾക്കേ മനസ്സിലാവുള്ളൂ. ഒരു ചിത്രകാരൻ എന്ന് പറഞ്ഞാൽ ഒരു നല്ല സ്ഥലത്തെ വൃത്തികേടാക്കാനും ഒരു വൃത്തിയുള്ള സ്ഥലത്തെ ഒരു നല്ല സ്ഥലത്തെ വൃത്തികേടാക്കാനും ഒരു വൃത്തിയില്ലാത്ത സ്ഥലത്തെ നല്ലതാക്കാനും പറ്റുന്ന ലോകത്തിലെ ഒരേ ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് ഒരു ചിത്രകാരനാണ്. അതിപ്പം ഞാൻ പറഞ്ഞുതരാം, ഒരു നല്ല സ്ഥലത്തെ എങ്ങനെയാണ് ഒരു ചിത്രകാരന് മോശമാക്കുക എന്നുള്ളത് തെളിവ് സഹിതം ഞാൻ കാണിച്ചു തരാം. ഞാൻ പെയിൻറ് ചെയ്യുന്ന എൻ്റെ ഏരിയ ആണിത്. ഈ ഒരു ഏരിയ ഉണ്ടോ, ഇത് നല്ലൊരു ചുമരാണ്. ഈ ഭാഗത്ത് ഞാൻ പെയിൻറ് വെച്ച ഭാഗം നിങ്ങൾ കണ്ടാൽ അറിയാം, അത്രമേൽ വൃത്തികേടാണ്. അതിനേക്കാട്ടിലുപരി ഞാൻ വരയ്ക്കുന്ന സ്ഥലത്ത് ഇതൊക്കെ കാലി പെയിൻറ്റുകളാണ്. ഇത് അക്രലിക് ഷീറ്റ് പൊളിച്ചിട്ടതാണ്. ഈ ചാക്കിൽ മുഴുവനവും കുപ്പികളാണ്. അപ്പം ഇത്രമേൽ ഒരു സ്ഥലത്തെ മോശമാക്കാൻ എനിക്ക് പറ്റിയിട്ടുണ്ട്. അതേ സമയം തന്നെ അതേ ടൈമിൽ തന്നെ ഇതേപോലുള്ള ഒരു അക്രലിക് ഷീറ്റിനെ എനിക്കിതാ ഇതേപോലെ ആക്കാനും പറ്റിയിട്ടുണ്ട്. ഇതേപോലെ എനിക്ക് ആക്കാനും പറ്റിയിട്ടുണ്ട്. അപ്പം ഒരു നല്ല സ്ഥലത്തെ മോശമാക്കാനും ഒരു മോശ സ്ഥലത്തെ നല്ലതാക്കാനും പറ്റുന്ന ഒരേ ഒരു ആൾക്കാരെന്ന് പറയുന്നത് ചിത്രകാരന്മാരാണ്. അപ്പോൾ ഇതിന് എടുക്കുന്ന എഫേർട്ട് എത്രയാണ് എന്നുള്ളത് 10-12 വർഷത്തോളം ഫോട്ടോ വരച്ചു കൊടുത്ത ഒരാളാണ് ഞാൻ. അന്ന് തൊട്ടിട്ട് ഇതേപോലെ കളറ് മങ്ങാതെ ചിരി മായാതെ അവരുടെ കയ്യിൽ ആ ഫോട്ടോ ഉണ്ടെങ്കിൽ എത്രമാത്രം ക്വാളിറ്റി ഉള്ള സാധനമായിരിക്കും, എത്രമാത്രം എന്തൊക്കെ വർക്കായിരിക്കും ഞാൻ ഇതിൽ ചെയ്തതെന്ന് നിങ്ങൾക്ക് കണ്ടിട്ട് തോന്നുന്നുണ്ടോ? ഇതിന് 2,500 രൂപ എക്സ്പെൻസ് വരുന്നില്ല എന്നുള്ളത് ഒരു കാര്യം പ്രത്യേകിച്ച് പറയാണ്. കൊറിയർ ചാർജ് സഹിതമാണ് 2,500 രൂപ എക്സ്പെൻസ് വരുന്നത്. നേരെ മറിച്ച് കേരളത്തിന് പുറത്തേക്ക് അയച്ചാൽ ഈ 5,000 രൂപയിൽ എക്സ്ട്രാ കൊറിയർ ചാർജ് ഞാൻ മേടിക്കുന്നുണ്ട്. കാരണം 450 രൂപ മുതൽ 750 രൂപ വരെ കൊറിയർ ചാർജ് വരുന്നുണ്ട് മോനെ. അപ്പം ഈ ഒരു ഫോട്ടോ കണ്ടിട്ട് 2,500 അടുത്ത് ചിലവ് വരുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒരു ഫോട്ടോ എടുത്തേ, വേറൊരു അതേപോലെ ഓറഞ്ച് എടുത്ത്, ഇത് നിങ്ങൾ കണ്ടില്ലേ? അതേപോലെ തന്നെ വേറൊരു കളർ കോമ്പിനേഷൻ ഞാൻ കാണിച്ചു തരാം. കണ്ടോ എത്രമേൽ സുന്ദരമായിട്ടിരിക്കുന്നുണ്ട് കണ്ണന്, എത്രമേൽ ചിരിക്കുന്നുണ്ട് കണ്ണന്. ഈ കണ്ണൻ്റെ ചിരി ഇതേപോലെ കൊണ്ടുവരാൻ എത്രമേൽ കഷ്ടപ്പെടുന്നുണ്ട് ഞാൻ എന്നുള്ളത് ചിന്തിക്കാത്തവനാണ് എന്നെക്കുറിച്ച് കുറ്റം പറയുന്നത്. പിന്നെ എന്നെക്കുറിച്ച് ഒരുപാട് ഞാൻ കേട്ടൊരു സംഭവമാണ്, പല ഭക്തരും ജസ്നയുടെ എതിരായി. ഞാനൊരു കാര്യം പറയട്ടെ, കൃഷ്ണൻ്റെ യഥാർത്ഥ ഭക്തർ
ഒരിക്കലും എനിക്കെതിരാവില്ല. ഞാൻ കേട്ടൊരു കഥയുണ്ട്, എത്രമേൽ സത്യമാണെന്ന് എനിക്കറിയില്ല. കൃഷ്ണന് ഏറ്റവും പൊറുക്കാൻ പറ്റാത്തൊരു സംഭവം എന്താ വെച്ചാൽ കൃഷ്ണൻ്റെ ഭക്തരെ കുറ്റം പറയുക എന്നുള്ളതാണ് കൃഷ്ണന് സഹിക്കാൻ പറ്റാത്തൊരു സംഭവം എന്ന് കേട്ടിട്ടുണ്ട്. എത്രമേൽ സത്യാവസ്ഥയാണെന്ന് എനിക്കറിയില്ല. അതേപോലെ തന്നെ ഞാൻ കേട്ടൊരു വാക്കെന്താന്ന് കേട്ടോ, അറിയാതെങ്കിലും നമ്മുടെ നാവ് കൊണ്ട് കൃഷ്ണനെ വിളിക്കുകയോ മനസ്സുകൊണ്ട് കൃഷ്ണനെ ഓർക്കുകയോ ചെയ്താൽ കൃഷ്ണൻ നമ്മുടെ കൂടെ ഇറങ്ങി വരുമെന്ന് കേട്ടിട്ടുണ്ട്. അപ്പം 13 വർഷത്തോളം ഈ ഒരു ഫോട്ടോക്ക് ഒരു കേടുപാടും വരാതെ ഈ ചിരി നിലനിർത്തിയിട്ട് എനിക്ക് കൊണ്ടുപോകാൻ പറ്റിയിട്ടുണ്ട്. ഈ കണ്ണൻ എൻ്റെ കൈ ഒഴിയായിരുന്നെങ്കിൽ ഈ കൈ ഇങ്ങനെയായി അല്ലായിരുന്നു വരിക. ഞാൻ മുറിച്ച് അതിൻ്റെ ഒരു റീല് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ബ്ലഡ് വരുന്ന ഒരു സംഭവം നിങ്ങൾക്ക് കണ്ടാലറിയാം എത്രമേൽ ഡാർക്കായിരുന്നു അത് എന്നുള്ളത്. എന്നിട്ടേ ഈ പുഞ്ചിരി മായാതെ എൻ്റെ കൂടെ നിന്നിട്ടുണ്ടെങ്കിൽ ഈ പുഞ്ചിരിക്കുണ്ടല്ലോ ഇന്ന് ഒരുപാട് അർത്ഥമുണ്ട്. ഈ ചിരിക്കുന്നതുണ്ടല്ലോ യഥാർത്ഥത്തിൽ എന്നെ നോക്കി ചിരിക്കുകയാണ് ഗൈസ്, അല്ലാന്ന് നിങ്ങൾ ആരും പറയണ്ട. അത് കുറച്ച് ദിവസങ്ങൾ കൊണ്ട് ഞാൻ പറഞ്ഞു തരാം. ഈ ചിരി എന്നെ നോക്കിയിട്ട് മാത്രമാണ് എന്നുള്ളത്. അപ്പം അങ്ങനെയാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി, എല്ലാ കാര്യങ്ങളും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഞാനൊരു കാര്യം പറയാണ്, ലോകത്താരും എനിക്ക് വിശ്വാസമില്ലെങ്കിലും ലോകത്താരെന്നെ കൈ ഒഴിഞ്ഞാലും എൻ്റെ കണ്ണൻ, ഞാൻ ഇന്ന് വരെ അങ്ങനെ പറഞ്ഞിട്ടുള്ളൂ, എൻ്റെ കണ്ണൻ എന്നെ കൈ ഒഴിയൂല. ഇനി ഒരാൾ പോലും കണ്ണനെ മേടിക്കാൻ ഇല്ലാത്തൊരു സാഹചര്യം വന്നാലും ഈ ഭൂലോകം മൊത്തമായിട്ട് പോയാലും ഈ ഒരു മുഖം എൻ്റെ മനസ്സിൽ നിന്ന് പോവില്ല. പിന്നെ വേറൊരു കാര്യം പറയട്ടെ, ഇതേപോലെ ഒരു ഫോട്ടോ വരച്ച് വേറൊരാൾക്ക് എടുക്കാൻ പറ്റണം എന്നുണ്ടെങ്കിൽ 7 ജന്മം ജനിച്ചു വരണം. 7 ജന്മം. ജന്മത്തിനെന്താ ഇംഗ്ലീഷ് പറയുന്നത് എനിക്കറിയില്ല. അപ്പം അങ്ങനെയാണ്. ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. ഹരേ കൃഷ്ണ, സർവം കൃഷ്ണാർപ്പണമസ്തു. ടാറ്റാ.